അത് ഏറ്റവും ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ചീത്തയാണ്. നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കാനായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നൊരു കൂട്ടർ പറയും. വേറൊരു കൂട്ടർ പറയും അതിൻ്റെ യാതൊരു ആവശ്യമില്ല, പണ്ട് പറമ്പിൽ കളിക്കുന്നവരായിരുന്നു നമ്മുടെ പൂർവികർ, അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് പോയാലായിരുന്നു അവർക്ക് നല്ലതെന്നുള്ളത്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുവാണെങ്കിൽ മെലിയും എന്ന് പറയുന്നൊരു കൂട്ടർ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മെലിയും എന്ന് പറയുന്നൊരു കൂട്ടർ. ഇതിലേതാണ് ശരിക്കുള്ള? എല്ലാവർക്കും ഒരു ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ശരിയാവില്ല. ചിലപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ ഭാഗമായിട്ട് റെക്കമെൻഡഡ് ഡയറ്റ് പ്ലാൻസിന്റെ ഭാഗമായിട്ട് ചില മീൽസ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, തെറ്റുണ്ടാവില്ല. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് പലപ്പോഴും നമ്മൾ കഴിക്കാണ്ടിരിക്കുമ്പോൾ അത് കാരണം വരുന്ന ശരീരത്തിൽ ഈ ഷുഗർ കുറഞ്ഞിട്ടും അത് കാരണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, ജോലിയിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. പല ആൾക്കാരിലും ഈ എം ടി സ്റ്റമക്കിൽ പോകുമ്പോൾ ഈ നോർമലി നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇമ്മ്യൂണിറ്റി ലെവൽ തന്നെ കുറയും. ഇപ്പോൾ കുറേ ആൾക്കാർ, ഞാനിപ്പോൾ ഡൽഹിയിൽ കുറേ നാൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ കുറേ ആൾക്കാർ ഈ PG ലൈഫിലൊന്നും ആരും രാവിലെ ഫുഡൊന്നും കഴിക്കാണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ എം ടി സ്റ്റമക്കിൽ വരുന്ന ആൾക്കാരിൽ ഇമ്മ്യൂണിറ്റി കുറയും, പിന്നെ ട്യൂബർക്ലോസ് വരുന്ന റിസ്ക്കും ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഫാക്റ്റാണ്. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാൻഡ് ആയിട്ടുള്ള മീൽ കഴിക്കുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും പ്രോട്ടീൻസും ഉള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഡോക്ടർ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഞാൻ വർഷങ്ങളായിട്ട് പല സമയങ്ങളിലായിട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കുറേ കാലം ചെയ്യും, കുറേ കാലം ചെയ്യില്ല, അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അതിങ്ങനെ പലപ്പോഴായിട്ട് ചെയ്യുന്നത് ചെയ്യാത്തതിൻ്റെ റീസൺ, ചില സമയത്ത് ഞാൻ ചില റീലുകൾ കാണുമ്പോൾ പറയും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വളരെ മോശമാണ്, ഞാൻ നിർത്തും. കുറേ കാലം കഴിഞ്ഞാൽ വേറെ റീല് കാണും, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വളരെ നല്ലതാണ്, ചെയ്യാൻ ഞാൻ തുടങ്ങും. ശരിക്കും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മോശമാണോ നല്ലതാണോ? ഞാനും ഇടയ്ക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട്, ഇൻവോളണ്ടറി ആയിട്ട്. ജോലി കാരണം രാവിലെ എഴുന്നേറ്റ് ഓടിപ്പോവും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂല. സർജറീസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കൂല, ചിലപ്പോൾ 1 meal per day ആയിരിക്കും. എൻഡ് ഓഫ് ദ ഡേ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അഗൈൻ ബെനിഫിഷ്യൽ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പ്രൂവൻ ആയിട്ട് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പാരൻ്റ്ലി സെല്ലിൻ്റെ ഓട്ടോഫേജി ഒക്കെ ബെറ്റർ ആവും, അതായത് സെല്ലിൻ്റെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യും, ഡാമേജ്ഡ് ആയ സെൽസിനെ അത് എടുത്ത് കളയും നമ്മുടെ ബോഡി. സോ എല്ലാം പ്രൂവൻ ആണ്. പക്ഷെ അതുകൊണ്ടിട്ട് കുറേ നേരം പട്ടിണി കിടക്കണോ അത് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആയ പ്രോബ്ലംസ് ഉണ്ട്. ഗ്ലൂക്കോസ് ലെവൽസ് ഒക്കെ താഴെ പോവും. നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽസ് താഴെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് എഫക്ട്സ് യുവർ വർക്ക്. കുറച്ചുകൂടെ താഴത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇറ്റ് സ്റ്റാർട്ട്സ് ബേണിങ് യുവർ പ്രോട്ടീൻ, അപ്പോൾ മസിൽ മാസ്, ഫാറ്റ് എല്ലാം ഇറ്റ് ഗെറ്റ്സ് എഫക്റ്റഡ്. സോ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നല്ലതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ്. ഐ മീൻ ഇഫ് യു കൻ അഗൈൻ ബാലൻസ് ഇറ്റ്. അല്ലാതെ ചുമ്മാ പട്ടിണി കിടന്നിട്ട് പിന്നെ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ജങ്ക് ഈറ്റിംഗ് കഴിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വേണ്ടെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളത് യൂഷ്വലി. അതെന്താ അങ്ങനെ? ബിക്കോസ് അവർക്ക് അനറക്സിയ നെർവോസ അല്ലെങ്കിൽ തന്നെ അവർ കഴിക്കുന്നില്ല. പക്ഷേ ഡിസോർഡർ ക്യാൻ ബി ബോത്ത് വേസ്. ബുളിമിയ ഉണ്ട്. അപ്പൊ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോർഡർ ആണ് അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്. അപ്പൊ ഇതിൽ പോയിട്ട് ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അവരെ ആകെ ഒരു കൺഫ്യൂസ്ഡ് ആക്കി കളയും ബോഡി.